ശ്രീല, ഇന്നിപ്പോ സജി ചെറിയാന്റെ ഭരണഘടനയോടുള്ള അനാദരവ് വീണ്ടും വിഷയമായിരിക്കുകയാണ്. അദ്ദേഹം ആ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തന്നെയായിരിക്കാം അദ്ദേഹം ഇനി കടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആന്റണി രാജുവിന്റെ വിഷയവും ഇത് രണ്ടും CPM-നെ ശരിക്കും പ്രതിസന്ധിയിലാക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും ആന്റണി രാജുവിന്റെ വിഷയത്തെക്കാൾ ഉപരി പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് സജി ചെറിയാന്റെ വിഷയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ രണ്ട് മന്ത്രിമാരെ സംബന്ധിച്ച് നോക്കണം. ഒരു സർക്കാരിന്റെ തന്നെ ഭാഗമായിരിക്കുന്ന രണ്ട് മന്ത്രിമാർ ഇത്തരത്തിൽ ഇപ്പോൾ ആരോപണ വിധേയരും അതുപോലെ തന്നെ അന്വേഷണത്തിന് വിധേയരാകേണ്ടതുണ്ട്, പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് സർക്കാരിന് തന്നെ ദോഷകരമായ കാര്യമാണ്. നോക്കൂ, ഇവിടെ സർക്കാർ സജി ചെറിയാനെ സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി എന്ന കാര്യത്തിൽ സംശയമില്ല. അന്വേഷണ ഏജൻസികളും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. കീഴ്ക്കോടതിയുടെ വിധി, ആ വിധിയിലാണ് ഹൈക്കോടതിയുടെ നീക്കം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടത്തണം. അത് മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനാകേണ്ടത് DGP ആണ് എന്നുകൂടി, അതായത് ഉന്നത തലത്തിലുള്ള അന്വേഷണം വേണമെന്ന് കൂടി പറഞ്ഞു വെക്കുന്നു എന്നുള്ളത് കൃത്യമായ കാര്യം തന്നെയാണ്. നമുക്കറിയാം, സാധാരണ ഏതൊരു കൊച്ചുകുട്ടിക്കും പോലും മനസ്സിലാവുന്ന കാര്യമാണ് ഇത് സജി ചെറിയാൻ നടത്തിയത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അവിടെയും സജി ചെറിയാൻ ആ ഉദ്ദേശത്തോടെയല്ല പറഞ്ഞു നിന്ന് വരുത്തി തീർത്ത അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അത്തരത്തിൽ ഒരു റിപ്പോർട്ട്, റഫർ റിപ്പോർട്ട് പോലീസിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സജി ചെറിയാനെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും നടത്തി സജി ചെറിയാനെ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് അവരോധിതനാക്കി. അന്ന് വലിയ പ്രശ്നമുണ്ടായപ്പോൾ രാജിവെക്കേണ്ടി വന്ന സജി ചെറിയാനെ അതേപോലെ തന്നെ അതിലും ശക്തമായ വകുപ്പുകൾ നൽകിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയാണിതല്ല. നമുക്കറിയാം, കേരളത്തിലെ ഇടതുപക്ഷം ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ആരോപണ വിധേയരായാലും അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ധാർമ്മികതയ്ക്ക് യാതൊരു മൂല്യവും കൽപ്പിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ധാർമ്മികതയ്ക്ക് മൂല്യം കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെയും പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരില്ല. എന്നാൽ അതേ സ്ഥാനത്തേക്ക് നമുക്കറിയാം PK ശശി അടക്കം എല്ലാവരെയും കേരളത്തിലെ ഇടതുപക്ഷം ഉൾക്കൊണ്ടിട്ടുണ്ട്. അവരെയെല്ലാം സർക്കാരിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഇത്തരത്തിലുള്ള കുറവാണ്, തുലോം കുറവാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? പോലീസിനെ കൂടി, അതായത് ഒരു അന്വേഷണത്തെ കൂടി, അന്വേഷണ ഉദ്യോഗസ്ഥനെ കൂടി കരുവാക്കിക്കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ചെയ്യിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ അന്വേഷണം ഇത്തരത്തിൽ അവിടെ കൊണ്ടുവന്ന് റഫർ റിപ്പോർട്ട് നൽകിയത്, കോടതിയിൽ റഫർ റിപ്പോർട്ട് നൽകിയത്. കീഴ്ക്കോടതി നൽകിയ റഫർ റിപ്പോർട്ട് പ്രകാരം രക്ഷപ്പെട്ട ആളായിരുന്നു സജി ചെറിയാൻ. അതുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് ബൈജു നോയൽ എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോവുകയും ആ കേസുമായി ബന്ധപ്പെട്ടാണ്, അത് കോടതി പോലും അത് ഒരു വ്യക്തി പോയ കേസാണ്, അല്ലാതെ ഇതിൽ സർക്കാർ ഒരു അപ്പീൽ പോലും കൊടുത്തിരുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയാണ്. അതായത് സർക്കാരിന്റെ മുമ്പിൽ സജി ചെറിയാനെ സംരക്ഷിക്കാനുള്ള എല്ലാ മെഷീനറികളും അവർ പൂർത്തിയാക്കിയ ശേഷം തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി വന്നതെന്ന് വ്യക്തമാകുന്നു. നമുക്കറിയാം, ആ പ്രസംഗം കേട്ട ആദ്യഘട്ടത്തിൽ അവർ എന്തായിരുന്നു പറഞ്ഞത്? ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇപ്പൊ കോടതി കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമാണ്, പ്രഥമ ദൃഷ്ട്യാ ഇതിൽ കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ട്, പ്രഥമ ദൃഷ്ട്യാ കുറ്റം ചെയ്തിട്ടുണ്ട്, ഭരണഘടനയെ കുറിച്ച് പറയരുത്. അതായത് ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വമുള്ളവരാണ് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ, സർക്കാർ അടക്കമുള്ളവർ. അതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഭരണഘടനയുടെ അന്തസ് ഉയർത്തുന്ന, അല്ലെങ്കിൽ ഭരണഘടന എന്താണെന്നും ഭരണഘടനയെ നാളെ ആർക്കും കയറി എന്തും പറയരുത് എന്നുള്ള ആ ഒരു വിധി, അത് സത്യത്തിൽ ഭരണഘടനയുടെ അന്തസ് ഉയർത്തുന്ന വിധി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ യഥാർത്ഥത്തിൽ ഒരു വിധി വരണമെങ്കിൽ ഇപ്പോഴും സജി ചെറിയാൻ എന്താണ് പറഞ്ഞത്? ഇനിയും അന്വേഷണ ഏജൻസികളുണ്ട്, ഞാൻ അന്വേഷണത്തെ നേരിടും. അന്വേഷണത്തെ അദ്ദേഹത്തിന് നേരിടാതിരിക്കാൻ കഴിയില്ല. അത് സാധാരണ ഒരു വെറും ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അന്വേഷണത്തെ, അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കുന്നിടത്തോളം കാലം അന്വേഷണത്തോട് സഹകരിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന വാദഗതിയിൽ ഒരു കാര്യവുമില്ല, ഞാൻ അന്വേഷണത്തോട് സഹകരിക്കും, ഇനി നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. മുമ്പ് അതിന് കോടതികളുണ്ടല്ലോ, നമുക്കറിയാം, ഒരു കോടതിയിൽ നിന്ന് കേസ് നടത്താനുള്ള കാലതാമസം, ഇനി അടുത്തത് ഹൈക്കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതി, ഇങ്ങനെ കുറെ കാലത്തേക്ക് അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് തുടരാൻ കഴിയും. എന്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് സജി ചെറിയാനെ രാജിവെപ്പിക്കാനുള്ള ഒരു ശ്രമവും കേരളത്തിലെ സർക്കാർ നടത്തില്ല. അത് തന്നെയാണ് സജിയുടെ വാക്കുകളിൽ നിന്ന് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. താൻ അന്വേഷണവുമായി സഹകരിക്കും, അന്വേഷണവുമായി മുന്നോട്ട് പോകും, അതായത് മറ്റു കോടതികളിലേക്ക് പോകും എന്നുള്ളതാണ്. ഇപ്പോൾ സിംഗിൾ ബെഞ്ചാണ്, ഇനി ഡിവിഷൻ ബെഞ്ച് ഉണ്ട്. ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയാൽ ഇനി സുപ്രീം കോടതിയിലേക്ക് പോകാം. അതായത് ആ കാലതാമസം അദ്ദേഹത്തിന് ഏതായാലും കുറച്ചു കാലം കൂടി എങ്ങനെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെങ്കിലും തുടരാൻ കഴിയണം. അതിനുവേണ്ടി ആ കാലതാമസം സൃഷ്ടിക്കാൻ വേണ്ടി വീണ്ടും ഒരു നിയമ നടപടിയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇനി അന്വേഷണം എന്ന് പറഞ്ഞ അന്വേഷണം കഴിയുന്നത് വരെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയും. അന്വേഷണം കഴിയുന്നത് വരെ, ആ ഘട്ടം കഴിഞ്ഞ ശേഷം വീണ്ടും അയക്കും. അപ്പൊ ഏതായാലും ആ കാലാവധി പൂർത്തിയാകും. ആ കാലാവധി പൂർത്തിയാക്കാനുള്ള സമയമാണ് അദ്ദേഹം ഇപ്പൊ തേടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വിഷയം നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് സജി ചെറിയാൻ അധികാരത്തിൽ തുടരണമോ, ഇത് LDF-നെ പ്രതിസന്ധിയിലാക്കുമോ എന്നതിലുപരി സ്വാധീനമുള്ളവർക്കെതിരെയുള്ള അന്വേഷണങ്ങൾ എല്ലാ കാലത്തും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പലതവണ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അടുത്ത കാലത്ത് മുൻ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം പോലും
അന്വേഷണം നേരായ രീതിയിലല്ല എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ആ കേസിന്റെ പോക്ക്. എന്നിട്ട് പോലും അപ്പൊ ഈ ഒരു വിഷയം യഥാർത്ഥത്തിൽ ചർച്ചയാവേണ്ടതല്ലേ? നിയമപരമായി തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷണത്തെ വഴിതിരിച്ചു വിടുന്നതും ശരിയായ രീതിയിൽ അന്വേഷിക്കുന്നില്ല എന്നുള്ളതും ഇപ്പൊ ഇത് കോടതി ഇത് തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് അത് പകൽ പോലെ വ്യക്തമാണ് ആ അന്വേഷണം കൃത്യമായിരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും ചർച്ചയിൽ വരേണ്ടതും അതിന് നിയമപരമായ എന്തെങ്കിലും നടപടികൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിടേണ്ടതായിട്ടും ഇല്ലേ യഥാർത്ഥത്തിൽ? തീർച്ചയായും ഞാൻ പറയുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള റഫർ റിപ്പോർട്ടുമായി കോടതിയിലേക്ക് പോവുകയും ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളും കോടതി വിധികളും വരുമ്പോൾ സത്യത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കണം. ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുത്തെങ്കിൽ മാത്രമേ കാര്യക്ഷമമായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി മുമ്പോട്ട് ഏതെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ അതിൽ അന്വേഷണം നടത്തുകയുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണക്കാരന് നീതി ലഭിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ പ്രഥമ ദൃഷ്ട്യാ സജി ചെറിയാനെ സഹായിച്ചതിന് യഥാർത്ഥത്തിൽ സജി ചെറിയാന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് ലോകത്തൊരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇവരെന്താണ് പറഞ്ഞത്, കൃത്യമായി പ്രതിയെ ചോദ്യം ചെയ്തിട്ടില്ല, ശബ്ദ പരിശോധന നടത്തിയില്ല. ശബ്ദ പരിശോധന നടത്തേണ്ട ഒരു ആവശ്യം എനിക്ക് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പൊതുജനങ്ങളുടെ മുന്നിലുള്ള ഒരു വീഡിയോ ആണിത്. ഇനി വേണമെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM അത് ശബ്ദ പരിശോധന നടത്തിയാൽ അങ്ങനെ ഒരു ശബ്ദമേ സജി ചെറിയാനില്ല, സജി ചെറിയാൻ വേറെ ആരോ ഡബ് ചെയ്താണെന്ന് പറയേണ്ട അവസ്ഥയിലേക്കൊക്കെ CPM ചെയ്യും. എന്തോ നാറിയ കളിയും രക്ഷിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി CPM നടത്തും, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇവിടെ കൃത്യമായി ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ട അത് പോലീസ് സംവിധാനങ്ങൾ, ഈ പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവരെങ്ങനെയാണെന്ന് ഈ അടിമപ്പെടുന്നത്, രാഷ്ട്രീയക്കാർക്ക് അടിമപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതും ഇത്രയും പ്രമാദമായി കോടതിയുമായി ഭരണഘടനയുടെ കാവലാളാകേണ്ടവരാണ് നമ്മളേവരും. കാരണം ഭരണഘടനയെ വിമർശിക്കാമെന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായി ഭരണഘടനയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏതെങ്കിലും നിയമങ്ങളെയോ അല്ലെങ്കിൽ നിയമത്തിന്റെ സാധുതകളെ പോസിറ്റീവായി വിമർശിക്കാമെന്നല്ലാതെ ഭരണഘടനയെ തന്നെ വിമർശിച്ച ഒരു സംഭവമാണിത്. കുന്തം കുടച്ചക്രം എന്ന വാക്കുകളൊക്കെ അദ്ദേഹം ഉപയോഗിച്ചപ്പോ അത് ഭരണഘടനയുടെ സാങ്കേതികത, ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്തതിന് തുല്യമാണ്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്, നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അതനുസരിച്ചാണ് ഇന്ത്യയിലെ നിയമങ്ങളെല്ലാം ഉള്ളത്. അപ്പൊ ആ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളിനെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ അതിനെ പോലും വില കൽപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ ജനപ്രതിനിധി യഥാർത്ഥത്തിൽ ആ സെക്കൻഡിൽ ജയിലിൽ പോകേണ്ട ആളാണെന്ന് ഞാൻ പറയും. കാരണം അത്രയേറെ ആ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയേറെ പുച്ഛത്തോടു കൂടിയാണ് അദ്ദേഹം ഭരണഘടനയെ കുറിച്ച് പറഞ്ഞത്. ഭരണഘടനയെ വിലയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു മന്ത്രി, പ്രത്യേകിച്ച് മന്ത്രി, അദ്ദേഹം ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കൂ, എന്താണ് അദ്ദേഹം ചെയ്തത്? എത്ര ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തികളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ തീർച്ചയായും നടപടി വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് കൂടുതലും ബുദ്ധിജീവികൾ. അതായത് ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഇടതുപക്ഷ ചായ്വുള്ളവരും ഇടതുപക്ഷ വിശ്വാസികളും ഒക്കെയാണ്. അങ്ങനെ നോക്കിയാലും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടവർ തന്നെയല്ലേ ഏറ്റവും അധികം നീതി നിഷേധം നടത്തി. ഇപ്പൊ ഭരണഘടനാ ലംഘനം, പണ്ടൊരിക്കൽ നിയമസഭയിൽ കാണിച്ച അതിക്രമങ്ങൾ, അതെല്ലാം ഇടതുപക്ഷക്കാരായിരുന്നു. ഇതൊന്നും ജനത്തിന് ഇതുവരെ മനസ്സിലാകുന്നില്ല. ഇവർ പറയുന്നത് ഇവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവരെന്നും നിയമം പാലിക്കുന്നവരെന്നും സാധാരണക്കാർക്ക് വേണ്ടി വാദിക്കുന്നവർ, സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നവരെന്നും. പക്ഷേ ഇവർക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളും കേസുകളും എല്ലാം ഇത്തരത്തിലുള്ളതാണ്. ഇതിൽ നിന്ന് ഒരു തിരിച്ചറിവ് ജനങ്ങൾക്കെങ്കിലും വേണ്ടേ? അതാ ഇത് ഞാൻ പറയുന്നത്, കാലാകാലങ്ങളായി ഇടതുപക്ഷം ഈ ബൗദ്ധിക ജാടയൊക്കെ കാണിച്ചുകൊണ്ട് ഒരുപാട് ജനങ്ങളെ വഴിതിരിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഏതൊരു സ്ഥലത്ത് ചെന്നാലും, അതായത് സംസ്കാരം, ഭാരതത്തിന്റെ സംസ്കാരമോ അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ സംസ്കാരമോ ഒന്നും ഇവർ ഇഷ്ടപ്പെടുന്നവരല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആൾക്കാരെ വഴിതെറ്റിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽക്കാനും, അതൊരിപ്പോ സ്ത്രീകളെയൊക്കെ ആണെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് വഴിതെറ്റിക്കുന്നത്? സ്ത്രീകളെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് ഈ വിവാഹം, അതിന് സാങ്കേതികത്വമില്ല, താലിക്ക് സാങ്കേതികത്വമില്ല, അല്ല കുടുംബത്തിന് സാങ്കേതികത്വമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ അടക്കം വഴിതെറ്റിക്കുന്നവരാണ് കേരളത്തിലെ ഇടതുപക്ഷം. അതുപോലെ തന്നെ ബുദ്ധിജീവി നാട്യം കാണിക്കാൻ വേണ്ടിയാണ് പലരും കള്ളും കഞ്ചാവും ഒക്കെ ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചു തുടങ്ങുന്നത്. ഇത്തരത്തിലുള്ള ഞാൻ എന്തോ മഹാസംഭവമാണ് എന്ന് സ്ത്രീകളെ വരുത്തി തീർക്കാനും പുരുഷന്മാരെയും ആദ്യ സിഗരറ്റ് വലിക്കുക, കള്ളു കുടിക്കുക, കഞ്ചാവ് അടിക്കുക, MDMA പോലുള്ള ഉപയോഗിക്കുക, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഈ മയക്കുമരുന്നിലേക്ക് പോലും കുട്ടികളെ തള്ളിവിടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട റീസണായി നിലനിൽക്കുന്നത് കേരളത്തിലെ CPM-ഉം ഇടതുപക്ഷ സംഘടനകളും SFI പോലുള്ള സംഘടനകളുമാണെന്ന് പറഞ്ഞു. ഇത് വിപ്ലവം എന്ന പേരിൽ ഇവർ കാണിച്ചു കൂട്ടുന്നതൊക്കെ വിപ്ലവമല്ലെന്നേ, ഇത് താന്തോന്നിത്തരമാണ്. ഇത് യഥാർത്ഥത്തിൽ വിപ്ലവമല്ല. കുട്ടികളെ വിപ്ലവം എന്ന പേര് പറഞ്ഞ് അത് തെറ്റായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് താന്തോന്നിത്തരം കാണിക്കാൻ ആ രീതിയിലേക്ക് ജനങ്ങളെ മാറ്റിയെടുക്കുകയാണ് ഇവരുടെ വിപ്ലവം. ഇപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ ഉണ്ടായിരുന്ന സിനിമാ പാട്ടുകൾ, ഇപ്പോഴത്തെ സിനിമാ പാട്ടുകളും പോലും ഒന്ന് തുലനം ചെയ്ത് നോക്കി അറിയാം.
അതായത് എന്തും ചെയ്യാനുള്ള, അതായത് 10ഉം 15ഉം വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ആരും ചോദ്യം ചെയ്യേണ്ടാത്ത തരത്തിലുള്ള പാട്ടുകളും, പണ്ടുണ്ടായിരുന്ന പാട്ടുകളൊക്കെ എന്ത് നല്ല പാട്ടുകളായിരുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ. അതായത് സാഹിത്യത്തിൽ പോലും, സാഹിത്യം എന്തുകൊണ്ട് സാഹിത്യം, ഇപ്പൊ നമ്മള് ചിന്തയെന്ന് കളിയാക്കി എല്ലാവരും, പക്ഷെ സാഹിത്യവും സംഗീതവും ഒക്കെ ജനങ്ങളെ, സിനിമയും ഒക്കെ ജനങ്ങളെ ഏറ്റവും എളുപ്പം സ്വാധീനിക്കാൻ കഴിയുന്ന ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ടൂളാണ്. ഒരു വലിയ പുസ്തകം വായിക്കുന്നതിനപ്പുറത്തേക്ക്, ഒരു വലിയ ബൗദ്ധികമായ ഒരു പുസ്തകം വായിക്കുന്നതിനപ്പുറത്തേക്ക് വളരെ സിമ്പിളായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതാണ് പലപ്പോഴും പാട്ടുകളും സാഹിത്യവും സിനിമയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ വലിയൊരു കവിത വായിക്കുന്നതിൽ കൂടുതൽ ആൾക്കാർക്ക്, സാധാരണക്കാരന് മനസ്സിലാവുക ഇത്തരത്തിലുള്ള പാട്ടുകളാവും. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളിപ്പോ പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും ചിന്ത അത് പറയും, അന്ന് കളിയാക്കിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അത് ചിന്തയ്ക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. നമുക്കത് വിശദീകരിക്കാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന്. അതാണ് അതിന്റെ വ്യത്യാസം. അതായത് എവിടെയെങ്കിലും ഒക്കെ കേൾക്കുന്നത് ചിന്ത എവിടെയൊക്കെയോ കേട്ട കാര്യം. പിന്നെ ഇവരുടെ ബുദ്ധിജീവി എന്നാണ് ഇവർ പറയുന്നത്, ഇവർ പുസ്തകം വായിക്കുന്നവരാണെന്നാണ്. എനിക്ക് തോന്നുന്നില്ല ഈ CPM-കാരൊക്കെ പുസ്തകം, ഇവർക്ക് കിട്ടുന്ന പാർട്ടി ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന അരമുറി അറിവും ചില വാക്കുകളുടെ സാങ്കേതികത്വം കൊണ്ട് മാത്രം നിലനിൽക്കുന്നവരാണ് CPM-കാർ. ചില വാക്കുകളുണ്ട് ഇവരുടെ, ചില പ്രത്യേക തരത്തിലുള്ള വൈകാരിക പരിസരം, ഇങ്ങനത്തെ ചില വാക്കുകളുണ്ട് ഇവർക്ക്. ആ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ബുദ്ധിജീവി നടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. പലപ്പോഴും എന്നോടൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, നീയൊക്കെ പണ്ട് നീ എന്തുകൊണ്ടാണ് നീയൊക്കെ ഇടതുപക്ഷമാകാതിരുന്നത്? കാരണം നമ്മൾ കൃത്യമായി ചിന്തിക്കുന്നതുകൊണ്ട് അവർക്ക് നമ്മളോട് പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്താണ് ഇടതുപക്ഷമാകാതിരുന്നത്? അതായത് വിപ്ലവം പറയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പുരോഗമനപരമായ കാഴ്ചപ്പാടെടുക്കുന്ന ഏവരും ഇടതുപക്ഷക്കാരാണ്, അല്ലാത്തവരൊന്നും ഇടതുപക്ഷം. ഞാൻ പുരോഗമനപരമായ കാഴ്ചപ്പാടെടുക്കുമ്പോഴും ഞാൻ എന്റെ സാഹചര്യങ്ങളിൽ വളരെ കൃത്യമായി എന്റെ സംസ്കാരവും കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. അവിടെയാണ് സംസ്കാരവും പുരോഗമനപരമായ നിലപാടും ഒരുമിച്ച് വന്നാൽ അതിൽ വലിയ അപകടമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നേരെ മറിച്ച് ഈ സംസ്കാരം ഇല്ലാതെ, സംസ്കാരത്തെ പാടെ അവഗണിച്ചുകൊണ്ട് പുരോഗമനപരമായ നിലപാടെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഇപ്പൊ സജി ചെറിയാൻ ഈ ഭരണഘടനയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നവർ കൈയടിച്ചതും, അവിടെ ഇരുന്നവർ വിചാരിക്കുന്നത് സജി ചെറിയാൻ എന്തോ മഹത്തായ കാര്യം പറയുന്നതെന്നാണ്. ആ രീതിയിലേക്ക് ഇടതുപക്ഷക്കാരുടെ തലച്ചോറ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇവരുടെ നേതാക്കന്മാർ വന്ന് പറയുന്നതൊക്കെ അതാണ് ശരി എന്ന രീതിയിലേക്ക് തിരിച്ചു ചോദിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ തിരിച്ചൊരു ചിന്ത ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് ബാക്കിയുള്ളവരെ പഴഞ്ചനെന്ന്, ഇപ്പൊ നമ്മളെയൊക്കെ, എന്നെയൊക്കെ അവരുടെ കാഴ്ചപ്പാടിൽ ഒരു പക്ഷേ പുരോഗമനപരമായി പറയുന്നുണ്ടെങ്കിലും ഒരു സൈഡ് പഴഞ്ചനായ ചിന്താഗതിയുള്ള ഒരാളായിട്ടായിരിക്കും അവർ കരുതുന്നത്. അതെനിക്ക് പ്രശ്നമല്ല. ഞാൻ എന്റെ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്നത്, ക്ഷേത്രത്തിൽ പോകരുത്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയാൽ ചന്ദനം തൊടരുത്, ഇത്തരത്തിലുള്ള പല ഇടപാടുകൾ, ഇത്തരത്തിൽ എന്തെങ്കിലും ചന്ദനമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അവരെ കുലസ്ത്രീ എന്ന് വിളിക്കുക, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇല്ലാതാക്കാൻ, സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്, വിശ്വാസങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നത്, ഇപ്പൊ ഭരണഘടനയെ സംബന്ധിച്ച്, ഭരണഘടനയെ ഒരു രീതിയിലും, ഭരണഘടനയെ ഇത്തരത്തിൽ വ്യാഖ്യാനം ചെയ്ത, ഭരണഘടന ആൾക്കാരെ പറ്റിക്കുന്നു എന്ന് വരെയാണ് അയാൾ വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് സജി ചെറിയാൻ. അത്തരത്തിൽ വ്യാഖ്യാനം ചെയ്ത സജി ചെറിയാൻ ജയിലിൽ പോകേണ്ട തന്നെ ഒരാളാണ്. ഭരണഘടനയെ കുറിച്ച് അദ്ദേഹം, ഭരണഘടനയുടെ എന്താണ് ഭരണഘടനയുടെ മഹത്വം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിയമ നടപടി നേരിട്ടുകൊണ്ട് അദ്ദേഹത്തിന് നിയമം കൃത്യമായ ശിക്ഷ നൽകേണ്ടിയിരിക്കുന്നു. അതിനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം നിയമ നടപടികൾ നേരിടുമ്പോൾ അവർ ഒരിക്കലും അധികാര സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്നുള്ള കാര്യം കൂടി നമ്മുടെ സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വളർന്നു വരുന്ന തലമുറയും ഇത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഭരണഘടനയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനം എന്താണ്, അത് എങ്ങനെയാണ് നമ്മൾ അതിനോട് പെരുമാറേണ്ടത്, എന്തുതരം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു ബോധ്യം പുതു തലമുറയ്ക്കും കൂടെ പകർന്നു കൊടുക്കുക എന്നത് സർക്കാരിന്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം പൊതുജനം മനസ്സിലാക്കി തെരഞ്ഞെടുപ്പുകളിലാണ് അവർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.